السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീൻ 48, 49, 50 3 ആയത്തുകളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ അറേബ്യൻ കാഫിറുകളും മുശ്രിക്കുകളും വെച്ച് പുലർത്തിപ്പോന്ന നിഷേധ നയവും അതേപോലെ തന്നെ സൃഷ്ടികളോടുള്ള സഹായമനസ്കതയിൽ അവർ കാണിക്കുന്ന പിശുക്കും അതുമായി ബന്ധപ്പെട്ട അവരുടെ ദുർന്യായങ്ങളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, വയഖൂലൂന, അവർ പറയുകയാണ്, അറേബ്യൻ മുശ്രിക്കുകൾ പറയുകയാണ്, മതാ ഹാദൽ വഅദു, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദത്ത ദിവസം, മത എപ്പോഴാണ്, ഹാദൽ വഅദു ഈ വാഗ്ദത്ത ദിവസം, ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരൂ. എന്താണ് ഇതിലൂടെ അവർ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും പരലോക നിഷേധികളായിരുന്നു. മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളാണ് അവരിലെ മഹാഭൂരിപക്ഷവും. എന്നാൽ അവരിൽ ഒരു ന്യൂനപക്ഷവും പരലോകത്തെ വിശ്വസിച്ചിരുന്നു, വികലമായ രൂപത്തിലാണെങ്കിലും. എന്നാൽ ഇവരിൽ അധികവും എന്ത് ചെയ്യാറില്ല, പരലോകം, അങ്ങനെ മരണാനന്തരം ഒരു ജീവിതമോ അതൊന്നും സാധ്യമല്ല, അതൊന്നും നടക്കുന്നതല്ല, നുരുമ്പി എല്ലുകളായതിൻ്റെ ശേഷം വീണ്ടും ഒരു പുനരുജ്ജീവിതമോ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നിങ്ങൾ ചെലവഴിക്കൂ, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കൂ, അത് നിങ്ങൾക്ക് പരലോകത്ത് ഗുണം കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയാണ്, വയഖൂലൂന, അവർ പറയുകയാണ്, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദത്തം, മത എപ്പോഴാണ്, ഹാദൽ വഅദു. ശരിക്കും മത്തൽ വഅദു എന്ന് ചോദിച്ചാൽ തന്നെ ക്ലിയറാണ്, വയഖൂലൂന മത്തൽ വഅദു എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഒരു പരിഹാസ സ്വരമാണ് ഹാദൽ വഅദു, നീ പറയുന്ന ഈ ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ, ദിവസം ഇങ്ങനെ പരലോകം എന്നൊക്കെ പറയണേ, അതെപ്പോഴാണ്, അതെപ്പോൾ സംഭവിക്കാനാണ്, എന്നാണ് അത് സംഭവിക്കുക, എപ്പോഴാണത് സംഭവിക്കുക? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്ന് അതും ഒരു പരിഹാസമാണ്. ഇതൊന്നും അറിയാൻ വേണ്ടി ചോദിക്കല്ല, പരിഹസിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഒന്ന് മറുപടി പറയൂന്ന്. അവർക്ക് അള്ളാഹിൻ്റെ റസൂൽ സത്യസന്ധനാണ് എന്ന് 100 വട്ടം അറിയാം. കാരണം അവർക്കിടയിൽ 40 വയസ്സ് വരെ അവർക്കിടയിൽ ജീവിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് ലബിസ്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ തന്നെ ജീവിച്ച ആളല്ലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് നബിയെക്കുറിച്ച് അല്ലമീൻ എന്നല്ലാതെ അവർക്ക് പ്രവാചകനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ലല്ലോ. സത്യസന്ധനാണ് നബി എന്നവർക്കറിയാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വന്ദിർ അശീറത്തക്കൽ അഖറബീൻ എന്നുള്ള ആയത്തിറങ്ങിയല്ലോ, നീ നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ നബിയെ എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സഫാ കുന്നിൻ്റെ മുകളിലേക്ക് എല്ലാ ബന്ധുജനങ്ങളെയും വിളിച്ചു വരുത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചല്ലോ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഈ മലക്ക് പിന്നിൽ നിന്നൊരു ശത്രു സൈന്യം നിങ്ങളെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുവാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചാൽ നിങ്ങൾ എന്നെ കളവാക്കുമോ അതോ അംഗീകരിക്കുമോ?
ഒന്നടങ്കം അവിടെ കൂടിയ പുരുഷാരം മുഴുവൻ പറഞ്ഞതെന്താണ്? ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കാതിരിക്കാനാ, മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, നിന്നിൽ നിന്ന് സത്യസന്ധതയല്ലാതെ ഞങ്ങൾ പരിചയിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളത് നിഷേധിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർക്ക് പിന്നെ പറ്റാതായതും കളവ് പറയുന്നവനായതും മജീഷ്യനാണെന്ന് പറയലും പാട്ടുകാരനാണെന്ന് പറയലും ഒക്കെ എപ്പോഴാ? പിന്നെ സത്യം പറഞ്ഞപ്പോഴാണ്. അതിലുള്ളവർ രോഷവും അതിലുള്ളവർ പകയും വിദ്വേഷവും അസൂയയും മാത്രമാണ് അവരെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ചത്. അപ്പോൾ അവർക്കറിയാം അള്ളാൻ്റെ റസൂൽ സത്യസന്ധനാണ്, സഹാബിമാരും സത്യസന്ധനാണെന്നറിയാം. അള്ളാൻ്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ രാജ്യം വിട്ട് ഹബശീനിയയിലേക്ക് പോകാൻ നേരത്ത് വഴിക്ക് വെച്ച് ഇബ്നു ദുഗ്ന കാണുകയാണ്. ഇബ്നു ദുഗ്ന എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഖുറൈശ് മുശ്രിക്കുകളുടെ ടോപ്പ് ലീഡറാണ്. അയാൾ ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എവിടേക്കാ പോകുന്നതെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിവിടെ ജീവിക്കാൻ കഴിയണില്ല, അതുകൊണ്ട് അബ്സീനിയയിലേക്ക് പോവുകയാണ്, ഹിജറ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ദുഗ്ന വഴിക്ക് വെച്ചിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, മടങ്ങിക്കോ, നീ മക്കയിലേക്ക് തന്നെ പൊയ്ക്കോ, നിനക്ക് പ്രൊട്ടക്ഷൻ തരാൻ ഞാനുണ്ട്. കാരണം നിങ്ങളെപ്പോലെയുള്ള സത്യസന്ധരും നിങ്ങളെപ്പോലെയുള്ള ദീനാനുകമ്പയും മാന്യന്മാരുമായ ആളുകൾ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ അവിടെ ജീവിക്കുന്നത്, തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരിൽ വിശ്വസിച്ച ഒന്നാമനായ മോമിനാണ്. അപ്പോൾ ഈ മുശ്രിക്കുകൾക്കൊക്കെ അറിയാം അള്ളാൻ്റെ റസൂലും വിശ്വാസികളൊക്കെ ആരാണെന്ന്, സത്യസന്ധരാണെന്നറിയാം. പിന്നെ ഈ പറയുന്ന വാക്കെന്താ? ഇൻകുന്തും സാദിഖീ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇതെന്നാ ഈ വാഗ്ദത്തം എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്? പരിഹാസത്തിൻ്റെ ശബ്ദമാണത്, പരിഹസിക്കുകയാണ്. അപ്പം അവരതിനെ നിഷേധിക്കുകയാണ് എന്നർത്ഥം. ഇനി ഈ ചോദ്യം നിഷേധത്തിനുള്ളതാണ്, പരിഹാസത്തിനുള്ളതാണ്. അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ സഹാബിമാരിൽ നിന്നും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ചോദിച്ച പല അനുഭവങ്ങളും പ്രവാചക ചരിത്രത്തിലുണ്ട്. ഒരിക്കലൊരു സഹാബി വന്നിട്ട്, ഒരു അറാബിയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഴുതത്തലഹ, എന്തിനാ ഇപ്പം ഡേറ്റ് അറിഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്താ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? നമ്മളിങ്ങനെ പറയും, നമ്മൾക്കും അത് ബാധകാരട്ടെ, നമ്മളിങ്ങനെ പറയും എപ്പോഴാണ് മരിക്കുക എന്നാവോ. ചിന്തയൊക്കെ നല്ലതാണ്, പക്ഷേ എപ്പോഴെങ്കിലും മരിച്ചോട്ടെ. നമ്മളിപ്പോൾ എപ്പോഴാണ് മരിക്കുക എന്ന് ബേജാറായിട്ട് ആ സമയത്ത് മരിക്കാതിരിക്കില്ല, സമയം നീട്ടിക്കിട്ടൂല. അത് ചിന്തിക്കുന്ന നേരവും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എപ്പോൾ മരിച്ചാലും പോകാൻ റെഡിയായിട്ട് വേണ്ട സമ്പാദ്യം അങ്ങനെ ഒരുക്കി കൂട്ടുക. ബാലൻസ് ഷീറ്റിൽ ധാരാളം പോകാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുക. സഹാബ അള്ളാൻ്റെ റസൂലിൻ്റെ ചോദ്യതാണ്, ഒമാ അഴുതത്തലഹ, നീ എന്താ അതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അഴുതത്തുലഹ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, ഞാൻ അതിന് വലിയ ഒരുക്കമൊന്നും ഒരുക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമാണ്, അള്ളാഹിൻ്റെ റസൂലിനെയും വലിയ ഇഷ്ടമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അതിൽ അദ്ദേഹം ചേർത്ത് വേറെയും പറയുന്നുണ്ട്, അധിക നിസ്കാരവും നോമ്പും സക്കാത്തും ഒന്നും എൻ്റെ അടുത്തില്ല, കാരണം പാവം മനുഷ്യനാണ്, അധികമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിർബന്ധമുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് അള്ളാഹിനോട് പെരുത്തി ഇഷ്ടമാണ്, മുത്തു മുസ്തഫയോടും പെരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നക മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ പരലോകത്ത്, നീ സ്നേഹിക്കുന്നവരോടൊപ്പം നീ സ്വർഗത്തിലാണ്. ഇത് പറഞ്ഞിട്ട് ആ സഹാബി പറയണ, അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ഉടനെ സഹാബിമാർ കൂടിയിരിക്കുന്നവരൊക്കെ ചോദിച്ചു, ഇത് അപ്പറഞ്ഞ ഈ അയറാബിക്ക് മാത്രം ബാധകമാണോ നബിയെ, അതോ നഹ്നു കദാലിക, ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടോ, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവുമോ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നഅം, അതെ. ഉടൻ അനസ് റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സഹാബത്ത് പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഫഫരിഹ്നാ യൗമഇദിൻ ഫറഹൻ ശദീദാ, അന്നത്തെ ദിവസത്തെ പോലെ സന്തോഷം തോന്നിയൊരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മുസ്തഫയോടൊപ്പം സ്വർഗം പങ്കിടാൻ പറ്റും, സ്നേഹിക്കുന്നവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ മഹബത്ത്, നബിമാരോട് സാലിഹീങ്ങളോടൊക്കെയുള്ളൊരു മഹബത്ത് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ, അവരുടെ അത്രയൊന്നും ഇബാദത്തിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അവരോടുള്ള മഹബത്ത് കൊണ്ട് നമുക്ക് അവരുടെ കൂടെ സ്വർഗത്തിലുണ്ടാകും. അവരുടെ കൂടെ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ അതേ കാറ്റഗറിയിൽ പദവിയിൽ നമ്മൾ എത്തും എന്നല്ല, സ്വർഗത്തിൽ എവിടെ കയറിയാലും വിചാരിക്കുന്നതൊക്കെ നടക്കുന്ന ലോകമാണ് സ്വർഗം. കാണണമെന്ന് വിചാരിച്ചാൽ മതി കാണും, കൂടെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ മതി അവിടെ പറന്നെത്തും. അതാണല്ലോ സ്വർഗം, അതാണല്ലോ മഹത്വം. അപ്പോൾ നമുക്ക് ഹുബ്ബ് ഉണ്ടാകണം, അള്ളാഹിനോട് ഹുബ്ബ്, റസൂലുള്ളാഹിനോട് ഹുബ്ബ്, സഹാബാക്കളോട് ഹുബ്ബ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് ഹുബ്ബ്, അവരോടൊക്കെയുള്ളൊരു മഹബത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ അത് തന്നെയും വലിയ ഒരു പുണ്യകർമ്മമാണ്. നേരെ മറിച്ച് മഹബത്ത് ഉണ്ട് എന്ന് പേരിൽ പറയാ, അള്ളാഹ് പറഞ്ഞ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ലെങ്കിൽ അത് വൃഥാ സ്നേഹമാണ്
അതിൽ യാതൊരു പ്രയോജനവും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ഒന്ന് രണ്ട് സഹാബിമാർ ഒരു സഹാബി ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ചില അടയാളങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഇങ്ങനെ ഗൗരവതരമായൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു സഹാബി ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് നബിയെ അന്ത്യനാൾ സംഭവിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതത്ര മൈൻഡ് ചെയ്തില്ല. കാരണം ഒരു പ്രധാന സംസാരത്തിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു മര്യാദകേടാണല്ലോ. അപ്പോൾ സഹാബിമാരിങ്ങനെ അടക്കം പറഞ്ഞു, റസൂലുള്ള അദ്ദേഹം ചോദിച്ചത് കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, നബിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലർ പറഞ്ഞു, അല്ല നബി അത് കേട്ടിട്ടുണ്ടാവില്ല. എന്തായിരുന്നാലും അവരുടെ സംശയങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചത് എങ്ങനെയാണ്? അള്ളാഹിൻ്റെ റസൂലിന് സദസ്സിനോട് പറയാനുള്ള വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ചോദിച്ചു, ഐനസായിലു അനിസാ, ആ അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ച ആളെവിടെ? അപ്പോൾ ഹാ അനദ യാ റസൂലല്ലാഹ്, ഇത് നബി ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു, എപ്പോഴാണ് അന്ത്യനാൾ എന്നല്ല ചോദിച്ചത്. ഫൈദാ ദുയ്യഅത്തിൽ അമാന ഫന്തളിരിസ്സാഅ, അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വന്നെത്തി എന്ന് നിനക്ക് മനസ്സിലായാൽ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അമാനത്ത് ഉണ്ടാവില്ല, ഒരൊറ്റ മനുഷ്യനിലും അമാനത്ത് വിശ്വസിക്കാൻ കൊള്ളൂല. അള്ളാഹിൻ്റെ റസൂൽ വീണ്ടും ചോദിക്കൂ, കൈഫ ഇളായത്തുഹ, എങ്ങനെയാണ് ആ ഇളായത്ത് നഷ്ടപ്പെടൽ എന്നറിയോ? ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാഅ, കാര്യങ്ങൾ അത് കൈയാളാൻ കെൽപ്പില്ലാത്തവരിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ അനർഹർ സ്ഥാനം കൈകാര്യം ചെയ്യുന്നു. അവർക്ക് കിട്ടേണ്ട സ്ഥാനമല്ല, യോഗ്യരല്ല, എങ്ങനെയൊക്കെ കയറിപ്പറ്റിയതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അവിടെയും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്താണ്? ചില അടയാളങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഇനി മറ്റൊരിക്കൽ പ്രസിദ്ധമായ ഹദീസാണല്ലോ ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തിൽ വന്നു, ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈമാനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച് ഒക്കെ ചോദിച്ചു. അവസാനം ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കപ്പെട്ടയാൾക്ക് ചോദിച്ചയാളേക്കാൾ അതിനെക്കുറിച്ച് പ്രത്യേക വിവരമൊന്നുമില്ല. ചോദിച്ചത് ജിബ്രീലാണ്, ചോദിക്കപ്പെട്ടത് മുഹമ്മദ് മുസ്തഫയാണ്. എനിക്ക് പറയാറില്ലാണ് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കാമെന്നറിയില്ല, പക്ഷേ അതിൻ്റെ ചില അടയാളങ്ങൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതാ വലദത്തിൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കലാണ്. ഒക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക, നമ്മൾ മനസ്സിലാക്കണം. ഉമ്മാരെ കൊണ്ടും വാപ്പാരെ കൊണ്ടും ഖിദ്മത്ത് ചെയ്യിപ്പിക്കുന്ന, പണിയെടുപ്പിക്കുന്ന മക്കൾ ചിന്തിക്കണം, ഈ ഹദീസിൻ്റെ പരിധിയിൽ അത് പെടും എന്ന് ഉലമാ രേഖപ്പെടുത്തി. ഇന്നത്തെ കുടുംബാന്തരീക്ഷങ്ങൾ ശ്രദ്ധിക്കണം. അമ്മയും വാപ്പിയാണ് പണിയെടുക്കേണ്ടത്, മറ്റൊരു വെറുതെ ഇരിക്കുകയാണ്. അവർ ഹാദിമീങ്ങളല്ല, അവർ മഹദൂമീങ്ങളാണ്. അവർക്ക് സേവനം ചെയ്യാണ് അമ്മയും വാപ്പി പ്രായമായവർ. ഇവരിങ്ങനെയല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് അന്ത്യനാളിൻ്റെ ലക്ഷണമാണ്. അതാണ് അടിമ സ്ത്രീ പ്രസവിക്കുകയാണ് ആരനെ? യജമാനനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത്, വലിയ വലിയ കെട്ടിടങ്ങൾ ലോകത്ത് ഉയർന്നു വരും, കെട്ടിട നിർമ്മാണത്തിൽ മത്സരങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുറേ അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് അവിടേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം സഹോദരങ്ങളെ, ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അതിലൂടെയൊക്കെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എന്താണ്? അന്ത്യനാൾ ഉറപ്പാണ്. ഇവരുടെ ചോദ്യം അത് അറിയാനുള്ളതല്ല, കേവലം പരിഹാസച്ചുവയുള്ള ചോദ്യമാണ്, അത് നിഷേധത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അവരുടെ ചോദ്യത്തിൻ്റെ ഉന്നം എന്താണ്? അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകണില്ലല്ലോ. അപ്പോൾ വയഖൂലൂന, അവർ പറയാണ്, മത്താഹാദൽ വഅദു, എപ്പോഴാണ് ഈ വഅദ്? അൽ വഅദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അൽ ഖിയാമ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? വഈദാണ് വാസ്തവത്തിൽ, അത് വഈദാണ്, താക്കീതാണ് അന്ത്യനാളിൻ്റെ വരവ്. പിന്നെ എന്തിനാ അവർ അൽ വഅദ് എന്ന് പ്രയോഗിക്കുന്നത്? ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ ഞങ്ങൾക്കതൊരു വലിയ വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെയും സ്ഥാനം ഉണ്ടാവുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, വഅദ് എന്നേ അവർ അതിനെക്കുറിച്ചും പറയുന്നുള്ളൂ. അതിൻ്റെയും ഉള്ളടക്കം എന്ത് തന്നെയാണ്? പരിഹാസമാണ്. ഫഇൻ കുൻതും സാദിഖീൻ, ഈ അല്ലാഹു തആല അതിന് മറുപടി പറയുന്നുണ്ടോ? മാ യൻളുറൂന, അവർ നോക്കി കാത്തിരിക്കുന്നില്ല. മാ യൻളുറൂന, അവർ നോക്കി കാത്തിരിക്കുന്നില്ല. മാ യൻളുറൂന, അവർ നോക്കി കാത്തിരിക്കുന്നില്ല. ഇല്ലാ സൈഹതൻ വാഹിദതൻ, ഒരൊറ്റ ഘോര ശബ്ദത്തെ അല്ലാതെ. അന്നത്തെ ദിവസം ഒരൊറ്റ ഘോര ശബ്ദമാണ് വരും. അതാണ് ഖിയാമത്ത്, ഒറ്റ ഘോര ശബ്ദം. സൈഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഘോരമായ ശബ്ദം.
അതാണ് സൈഹത്തൻ വാഹിദത്തൻ എന്ന് പറഞ്ഞാൽ അതിനെ ശക്തിപ്പെടുത്തി പറയാം. ഒരൊറ്റ ഘോര ശബ്ദം, അധികമൊന്നും വേണ്ട, ഒരൊറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചു എന്നറില്ലേ. അത് അതിൻ്റെ ആ പൊട്ടിക്കലിൻ്റെ ഗൗരവം പറയാനാണ് എന്ത് പറയല്, ഒരൊറ്റ. നമ്മൾ സാധാരണ ഒരൊറ്റ അടിയാണ് നന്നാൻ കാണാറ്. അതിനർത്ഥം അതല്ല, 1.5 അടിയായിരിക്കും എന്നർത്ഥം. അതാണ് ഒരൊറ്റ അടി. സൈഹത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ഘോരമായ ശബ്ദം, അതിനെയല്ലാതെ അവർ നോക്കിക്കാത്തിരിക്കുന്നില്ല. ആ ശബ്ദം തഅഖുദുഹും, അവരെ അത് പിടികൂടുന്നതാണ്. അഖദ പിടികൂടി, യഅഖുദു തഅഖുദുഹും, അവരെ ആ ശബ്ദം പിടികൂടുന്നതാണ്. ഏതവസരത്തിൽ? വഹും, ഈ നിഷേധികൾ, വഹും അവർ, യഖിസ്സിമൂൻ, തർക്കിച്ച് വഴക്കടിച്ചു കൊണ്ടിരിക്കേ, അവർ കേവലം കുതർക്കത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കേ, ഇത് പെട്ടെന്നാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. വളരെ പെട്ടെന്നാണത് സംഭവിക്കുക. നോക്കൂ നിങ്ങൾ, അന്ത്യനാളിൻ്റെ ആ സംഭവ്യത ഏത് ദിവസമാണ്? ദിവസം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ദിവസം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഉത്തമമായ ഒരു ദിവസമാണ്. ആദം സൃഷ്ടിക്കപ്പെട്ട ദിനം, അത് നടന്ന സംഭവങ്ങൾ പറയാണ്. വെള്ളിയാഴ്ചയിൽ ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്തൊക്കെ വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചിട്ടുണ്ട്? ആദം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അന്നാണ്. അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് അന്നാണ്. മരണപ്പെട്ടത് അന്നാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതും അന്നാണ്. ഒരു യൗമുൽ ജുമുഅയായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക. ലോകാവസാനം ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, മാ അലൽ അർളി മിൻ ദാബ്ബ, ഭൂമിയിലെ ഒരു ജന്തുവുമില്ല, ഇല്ലാ വഹിയ തുസ്ബിഹു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രഭാതമായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മുസീഖത്തൻ, പേടിച്ച് അട്ടഹസിക്കും. ഹത്താ തത്ലുഅ ശംസു, അന്നത്തെ ദിവസം സൂര്യ ഉദിക്കുന്നത് വരെ. എന്നാവൂ അന്ത്യനാള്, സൂര്യ ഉദിക്കുന്നത് വരെയെന്ന്. കാരണം അന്ന് മഗ്രിബിന്നാ ഉദിക്കുക. ഇന്ന് ഉദിക്കുന്നത് എവിടുന്ന? കിഴക്കുന്ന ഉദിക്കുന്നത്. അന്ന് പടിഞ്ഞാറുന്ന് ഉദിക്കും. അതുവരെയും ബേജാറിലായിരിക്കും ഓരോ വെള്ളിയാഴ്ചയും എല്ലാ ജന്തുജാലങ്ങളും. ശഫഖം മിന സാഅത്തി ഇല്ല ബനി ആദം, മനുഷ്യനൊഴികെ, മനുഷ്യരും ജിന്നുകളും എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. ഈ 2 വർഗ്ഗം ഒഴികെയുള്ളവരൊക്കെ വെള്ളിയാഴ്ച ദിവസം പേടിയിലായിരിക്കും. മനുഷ്യന്മാർക്ക് ബേജാറൊന്നുമില്ല. വെള്ളി അങ്ങനെ എത്ര വെള്ളി നമ്മളെത്ര കണ്ടതാ. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന, സുബഹിക്ക് ശേഷം പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള 2 അധ്യായങ്ങളിലും ഖിയാമത്തിൻ്റെയും മഹ്ശറിൻ്റെയും പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആയത്തുകളാണ്. സൂറത്ത് സജദയും സൂറത്ത് ദഹ്റും, അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ. അപ്പോൾ അത് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് ഏത് വെള്ളി, ഏത് ഡേറ്റ് അറിയില്ല. അന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മാ യൻദുറൂന, അവർ നോക്കി കാത്തിരിക്കുന്നില്ല. അവർ വാസ്തവത്തിൽ കാത്തിരിക്കുന്നില്ലല്ലോ, പിന്നെന്തിനായി പറഞ്ഞത്? അതേ അവർക്ക് വരാനുള്ളൂ എന്ന്. അവരുടെ ചോദ്യത്തിനുള്ള മറുപടി അറിയണം. മാ യൻദുറൂന, ഇനി അവർ കാത്തിരിക്കുന്നില്ല, എന്തല്ലാതെ ഇനി അതേ സംഭവിക്കാനുള്ളൂ. ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസം, ഒരൊറ്റ ഘോരമായ ശബ്ദം. സൈഹത്ത്, ഘോരമായ ശബ്ദം. ആ ശബ്ദം അവരെ കണ്ട് പിടികൂടും. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുക. ആ സൈഹത്തൻ വാഹിദ കൊണ്ട് ഉദ്ദേശം ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ 1-ാം ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം നെറ്റി ചുളിച്ച് ഊതുവാനുള്ള കാഹളം ചുണ്ടിലേക്ക് വെച്ച് റബ്ബിൻ്റെ നിർദ്ദേശത്തിന് കാതോർത്തിരിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർഡർ കിട്ടുന്ന വേളയിൽ 1-ാമത്തെ ഊത്ത് നടക്കും. അതോടുകൂടെ ലോകം മുഴുവൻ തകരും. അതാണ് ഈ പറഞ്ഞ സൈഹത്തുൻ വാഹിദ. അത് അധിക സമയവും മണിക്കൂറും ഒന്നും അതിന് വേണ്ട, സെക്കൻഡ് ഇടവിട്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ, വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹുവ അഖറബ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൻ നഹൽ 77-ാമത്തെ സൂക്തം. വമാ അംറുസ്സാഅ, അന്ത്യനാളിൻ്റെ കൽപ്പന അല്ല, അത് സംഭവിക്കൽ അല്ല. അതിൻ്റെ സ്പീഡ് പറയുന്നത് നോക്കൂ. ഇല്ലാ കലംഹിൽ ബസരി,
ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലെയായിരിക്കും. കണ്ണൊന്ന് ഇമവെട്ട് കണ്ണൊന്നും ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൂടേണ്ട ഒരു സമയം വേണ്ടു. അതിനിപ്പോൾ എത്ര സമയം വേണ്ടത്? മൈക്രോ സെക്കൻഡുകൾ. ഇനി അതിൻ്റെ ശേഷം പറഞ്ഞ ആയത്ത് നോക്കൂ, അത്രയും വേണ്ട. ഔ ഹുവ അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത സമയത്തിനുള്ളിൽ സംഭവിക്കുന്നു. ഇനി എന്താ അതിനേക്കാൾ അടുത്ത സമയം നമ്മൾ ഇമേജിൻ ചെയ്യുക? കണ്ണൊന്ന് ഇമവെട്ടി തുറക്കുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തതെന്ന്. കണ്ണും വിടുന്നാണ്ട് മേലേക്ക് പീലിയണ്ട പോള എത്തണ്ടാന്ന് അപ്പോഴൊക്കെ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടെയൊക്കെ മൊത്തം തകർന്നു പോണ്ടേ? നിനക്ക് ഒരുപാട് സമയം എടുക്കുമോ? ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. എത്ര പെട്ടെന്ന് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും യഖ്സിമൂൻ എന്ന് പറഞ്ഞില്ലേ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കെ, ജീവിത വ്യാപാരങ്ങളിലും വ്യവഹാരങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പെട്ടെന്നാണിത് സംഭവിക്കാൻ നനച്ചിരിക്കാതെ ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ദിവസത്തിൽ അതങ്ങോട്ട് പൊടുന്നനെ സംഭവിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമുസ്സാ ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, ലോകം അവസാനിക്കുകയില്ല, അന്ത്യനാൾ സംഭവിക്കുകയില്ല സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുവോളം. ലോകാവസാനത്തിൻ്റെ ദിവസം മറ്റു ദിനങ്ങളിൽ നിന്ന്, ഇതുവരെയുള്ള സർവ്വദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സൂര്യൻ എവിടുന്ന് ഉദിക്കും? പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അതങ്ങോട്ട് ഉദിക്കുമ്പോൾ ജനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാകും. പക്ഷേ അന്ന് വിശ്വസിച്ചത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് സൂറത്തുൽ അൻആമിലെ 158 ആയത്തിലുള്ള പറഞ്ഞിട്ടുണ്ട്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. മുമ്പ് വിശ്വസിക്കാത്തവർക്ക് അന്നത്തെ ദിവസം സൂര്യൻ പടിഞ്ഞാർന്ന് ഉദിക്കുന്നത് കണ്ടിട്ട് നീ ആ മുഅ്മിനായിക്കോളാന്ന് പറഞ്ഞാൽ യാതൊരു കാര്യവും ഇല്ല. അത് ഡോർ ക്ലോസ് ആയതിൻ്റെ ശേഷമുള്ള ഈമാനാണ്, പരിഗണിക്കപ്പെടില്ല. ഇനി മാത്രല്ല, വല തഖൂമന്ന സ്സാ, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാളുകൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ എത്തിയിരിക്കുന്നു. നീർത്തി സെയിൽസ്മാൻ എടുത്തിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ നീർത്തിയ വസ്ത്രം ചുരുട്ടാൻ നേരമില്ല, അപ്പോഴേക്ക് അന്ത്യനാൾ സംഭവിച്ചിരിക്കും. അതേപോലെ തന്നെ മനുഷ്യൻ അവൻ കുടിക്കുവാൻ വേണ്ടി തൻ്റെ കറവമൃഗത്തിൽ നിന്ന് പാല് കറന്നെടുത്ത് ചുണ്ടോടടുപ്പിച്ചിരിക്കുന്നു. കുടിക്കുവാൻ കഴിയില്ല, അപ്പോഴേക്ക് ലോകം തകർന്നിട്ടുണ്ടാകും. കറക്കുമ്പോൾ ലോകത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നർത്ഥം. മനസ്സിലാക്കണം ആ പോയിന്റുകൾ. ഓൻ കറക്കാൻ തുടങ്ങുമ്പോൾ ലോകം ഇവിടെ അതിൻ്റെ എല്ലാവിധത്തിലുള്ള ആർഭാടത്തിലും ഇങ്ങനെ ഒങ്ങനെയാണ്. അത് കറന്നെടുത്ത് ചുണ്ടോടടുപ്പിച്ച് കുടിക്കാൻ നേരം ഉണ്ടാവില്ല, അപ്പോഴേക്ക് മുഴുവൻ തകരും. എത്ര സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നത്? തൻ്റെ ഒട്ടകത്തിന് കുടിക്കുവാനുള്ള ഒട്ടകത്തിൽ നിന്നുള്ള ആ പാത്രം, അതേപോലെ തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി ഉടമ മാറി നിന്ന് ഒട്ടകത്തെ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒട്ടകത്തിന് കുടിക്കാനാവില്ല, അപ്പോഴേക്ക് ലോകം അവസാനിച്ചിരിക്കും. സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറയുന്നത്. അവസാനം മുസ്തഫ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വല തഖൂമന്ന സ്സാ, ഇന്നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. വഖദ് റഫഅ അഹദുകും ഉക്ലതഹു ഇലാ ഫീഹി ഫലാ യത്അമുഹാ, നിങ്ങളിൽ ഒരാൾ ചോറ് ഭക്ഷണത്തിൻ്റെ ഒരു പിടി ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് വീട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ എവിടുന്നായാലും വേണ്ടില്ല, ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി വായിലേക്ക് കൊണ്ടുപോവുകയാണ്. ചുണ്ടോടടുപ്പിച്ചില്ല, അപ്പോഴേക്ക് അവൻ നശിച്ചു വീണു, തകർന്നു വീണു. അത്ര പെട്ടെന്ന് ലോകം സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കടുപ്പം എത്രത്തോളമാണെന്നാണ് ആ പറയുന്നത്. തഖുദുഹും, അവരെ അത് പിടികൂടും. ബഹും യഖിസ്മൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരിതേപോലുള്ള തർക്കത്തിലൊക്കെ കഴിയുന്ന കാലത്ത്, അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കൗമന്നെ അന്ന് ഉണ്ടാവും ചെയ്യാം. അന്ത്യനാൾ സംഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാളും ലോകത്തുണ്ടാവുകയില്ല. അന്ത്യനാൾ സംഭവിക്കുക ശിറാറുന്നാസിൻ്റെ മേലാണ്. ജനങ്ങളിലെ ഏറ്റവും ദുഷ്ടരുള്ള ഒരു കാലഘട്ടത്തായിരിക്കും എന്ത് സംഭവിക്കുക? അന്ത്യനാൾ സംഭവിക്കുക. പിന്നെ അന്ന് എല്ലാം തകരുന്ന അവസ്ഥയിലായിരിക്കും. അന്ന് ആരും മുഅ്മിനീങ്ങളായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ അവർ തർക്കത്തിലാണ്. അപ്പോഴും നിഷേധത്തിലും തർക്കത്തിലൊക്കെ വഴക്കടിച്ചു കൊണ്ടിരിക്കെ, ഞാൻ അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കണം. ബഹും യഖിസ്മൂൻ എന്ന് പറഞ്ഞാൽ ബഹും യഖ്തസിമൂൻ. ഖുസൂമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കം. ഖുസൂമത്ത്, അതാണ് യഖിസ്മൂൻ. അവർ തർക്കിച്ച് വഴക്കടിച്ചു കൊണ്ടിരിക്കെ ഒരു ഘോര ശബ്ദം പെട്ടെന്ന് തന്നെ അവരെ പിടികൂടുന്ന, അതല്ലാതെ ഇനി അവർ കാത്തിരിക്കുന്നില്ല, അതേ ഇനി അവർക്ക് വരാനുള്ളൂ. അങ്ങനെയാണ് അത് സംഭവിക്കുക. മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദതൻ തഅഖുദുഹും
വഹും യഖ്സിമൂൻ. ഇനി അതിനത്തെ ഗൗരവം പറയണം. ഫലാ യസ്തതീഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതീഊന, അന്നവർക്ക് സാധിക്കുകയുമില്ല. ഇസ്തതാഅ സാധിച്ചു, യസ്തതീഉ യസ്തതീഊന, ഫലാ യസ്തതീഊന അന്നവർക്ക് സാധിക്കുകയില്ല. എന്തിനു കഴിയൂല, എന്തിനു സാധിക്കൂല? തൗസിയതൻ, വല്ല വസിയത്തും ചെയ്യുവാൻ. ഒരു വസിയത്തിനുള്ള ഇടയൊന്നും കിട്ടൂല. വസിയത്ത് എന്ന് പറഞ്ഞാൽ മരണമൊഴിയാണ്. മരണനേരത്ത് അല്ലെങ്കിൽ മരണത്തിൻ്റെ മുമ്പ്, മരണത്തിൻ്റെ ശേഷം നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ ജീവിതകാലത്ത് മരിക്കുന്നതിൻ്റെ മുമ്പോ മരണനേരത്തോ ഒക്കെ എഴുതി വെക്കുന്ന പത്രമാണെന്ത്? വസിയത്ത്. അതിനൊന്നും നേരം കിട്ടൂല. ഒരാളുടെ ഏൽപ്പിക്കാണ്ടായിരുന്നു, മറ്റേ ഏൽപ്പിക്കാണ്ടായിരുന്നു, അതിനൊന്നുള്ള നേരം കിട്ടൂല. വലാ ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തം കുടുംബങ്ങളിലേക്ക് യർജിഊൻ, ഒന്ന് മടങ്ങിച്ചെല്ലാനും അവർക്ക് കഴിയുന്നതല്ല. ഒരു വസിയത്തിന് നേരം കിട്ടൂല. കുടുംബങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, അവരോട് ചിലതൊക്കെ പറയാണ്ട് എന്ന് വിചാരിച്ച് കുടുംബത്തിലേക്കും സ്വന്തക്കാരിലേക്കും ഓടിപ്പോകാനുള്ള നേരം കിട്ടുമോ? അതും കിട്ടൂല. ഇത് അന്ത്യനാളിന് മാത്രം ബാധകമല്ല കേട്ടോ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെയും ഖിയാമത്താണ് ഓരോരുത്തരുടെയും മരണം. നമ്മളുടെ ഖിയാമത്ത് നമ്മളെ മരിക്കുന്ന ദിവസം തന്നെയാണ്. ഈ പറയുന്ന രണ്ട് ഗൗരവവും മരിക്കുന്ന നേരത്തുള്ള നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വസിയത്തും ചെയ്യാൻ നേരം കിട്ടൂല. കുടുംബത്തിലേക്കൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ, കണ്ട് കൊതി തീർന്നിട്ടില്ല എന്ന് പറയാനുള്ള നേരമൊന്നും കിട്ടൂല. മരിക്കുക അങ്ങനെയാണ്. ലോകത്ത് നടന്ന ഏതേത് മരണങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കാണുന്നു. അവിചാരിതമായി എത്ര ആളുകളുടെ മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു. വിശ്വസിക്കാൻ പോലും നമുക്ക് ഏതാനും സെക്കൻഡുകൾ നമുക്ക് കഴിയാറില്ല. പിന്നെ വിശ്വസിച്ചല്ലേ പറ്റൂ. അങ്ങനെയാണ് മരണം. എൻ്റെ ഇങ്ങളൊക്കെ മരണം അങ്ങനെ ആയിരിക്കും. വസിയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനുള്ളൊരു സമയം അപ്പം കിട്ടൂല. പുറത്തുനിന്നോ എവിടുന്നാണോ കുടുംബത്തിൻ്റെ അടുക്കൊന്ന് പോണോ, പറ്റൂല. ആ സെക്കൻഡിൽ നടന്നിരിക്കും. മരണം വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. ഖിയാമത്ത് നാളിലും അതിനെ സംഭവിക്കാൻ പോകണം. ആർക്കും എവിടേക്കും ഒന്നിനും നേരം കിട്ടില്ല. സെക്കൻഡോട്ടെല്ലാം കഴിയും. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞത്, വസിയത്തുകൾ എഴുതി വെക്കാനുണ്ടോ ഉടനെ എഴുതി വെച്ചോളണം. അതിന് പ്രായമൊന്നും ബാധകമല്ല കേട്ടോ. നമ്മളെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചത് ഈ വസിയത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ വലിയ വയസ്സനാവണം എന്നാണ്. ഏത് പ്രായക്കാർക്കും എഴുതാം. ഏത് പ്രായക്കാർക്കും വസിയത്ത് എന്തെങ്കിലും പറയാണ്ടോ, തൻ്റെ കുടുംബത്തോട് പറയാണ്ടോ, മക്കളോട് പറയാണ്ടോ, തൻ്റെ സഹപ്രവർത്തകരോട് പറയാനുണ്ടോ, ബന്ധപ്പെട്ട ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, തൻ്റെ മരണശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ, അതാണ് വസിയത്ത്. അത് പറയാനുണ്ടെങ്കിൽ പിന്നേക്ക് വെക്കരുത്. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. മഹാനായ സഹാബി അബ്ദുള്ള റളിയല്ലാഹു തആല അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനുണ്ടോ അയാളുടെ കടമയാണ്, ലഹു അയാൾക്കുണ്ട്, ശൈഉൻ യൂസി ഫീഹി, വസിയത്ത് പറഞ്ഞു കൊടുക്കണം, വസിയത്താക്കണം എന്ന് അയാൾ വിചാരിച്ചിട്ടുള്ള വല്ലതും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വല്ല മുസ്ലിമും ഉണ്ടെങ്കിൽ അയാൾക്ക് പാടുള്ളതല്ല, യബീതു ലൈലത്തൈനി, ഒരു 2 രാത്രി പോലും പിന്നിടാൻ അയാൾ സമ്മതിക്കരുത്. ഇല്ലാ വവസിയതുഹു മക്തൂബത്തുൻ ഇൻദഹു, അയാൾക്ക് പറയാനുള്ള വസിയത്ത് അയാൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിടന്നുറങ്ങരുത്. എന്താണ് പറയാൻ കാരണം? എനിക്ക് എന്തെങ്കിലും വസിയത്ത് പറയണ്ടെങ്കിൽ നേരത്തെ തന്നെ ഞാൻ റെക്കോർഡിൽ എഴുതി വെക്കണം. പറഞ്ഞാലും മതി. പക്ഷെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും രേഖയല്ല. പണ്ടൊക്കെ വാക്കിന് വലിയ വില ഉണ്ടായിരുന്നു. ഇന്ന് വാക്കിന് വലിയൊരു വിലയൊന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് വസിയത്തുകളൊക്കെ, ഗൗരവതരമായ വസിയത്തുകളൊക്കെ എഴുതി റെക്കോർഡാക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എഴുതി കവറിലൊട്ടിച്ച് മക്കളെ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കുക, രജിസ്റ്റർ ചെയ്ത്. രേഖയുണ്ടായിരിക്കണം. വസിയത്തുകൾ രേഖപ്പെടുത്തണം.
അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പ്രകാരം പറയുന്നത് കേട്ടിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇത് കേട്ടതിൻ്റെ ശേഷം ഞാൻ വല്ലാതെ പേടിച്ചു പോയി എന്നാണ്. മാ മറത്ത് അലയ്യ ലൈല, ഒരൊറ്റ രാത്രി എനിക്ക് പിന്നിട്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞതിൻ്റെ ശേഷം. ഇല്ലാ വഇന്ദി വസിയത്തി, എനിക്ക് പറയാനുള്ള വസിയത്ത് ഞാൻ പിന്നെ ഇതിൻ്റെ ഒപ്പം കൊണ്ടു നടക്കുമായിരുന്നു. ഈ ഹദീസ് കേട്ടതിൻ്റെ ശേഷം പിന്നെ എനിക്ക് പറയാനുള്ള വസിയത്ത് എൻ്റെ കൂടെ കൊണ്ടു നടന്നിട്ടല്ലാതെ ഒരു രാത്രി ഞാൻ പിന്നിട്ടിട്ടില്ല. ആരാ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ വാചകം കേട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ പറയാണ്, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പം നമ്മളിത് പഠിച്ചല്ലോ. ഇനി എന്തെങ്കിലും വസിയത്ത് പറയണ്ടോ? ഞാൻ പറഞ്ഞു, പ്രായം പ്രശ്നമല്ല, എന്ത് വസിയത്താവട്ടെ, സ്വത്തിനെ സംബന്ധിച്ചാവട്ടെ, ശേഷമുള്ള മരണാനന്തര ക്രിയകളെക്കുറിച്ചാവട്ടെ, എന്തുമാവട്ടെ, എന്തും വസിയത്ത് പറയാം. ആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തി നമ്മുടെ കയ്യിലുണ്ടാവണം. കാരണം അതിന് നാളെ എഴുതാമെന്ന് വിചാരിച്ചാൽ ഇപ്പം നാളെയുണ്ട് എന്ന് എന്താ ഗ്യാരണ്ടി? നാളെ നമ്മളിൽ ആരൊക്കെയുണ്ട് എന്ന് എന്താണ് നമുക്കൊരു ഉറപ്പ്? അതുകൊണ്ട് പറയാനുള്ള വസിയത്തുകൾ രേഖപ്പെടുത്തണം. ഇവിടെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞാൽ എന്താണ്? ലാ യസ്തതിഊന തൗസിയ, പിന്നാവാ കുറച്ച് വസിയത്തൊക്കെ എനിക്ക് പറയാനൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നാവാന്ന് വിചാരിച്ച് നടന്നതാ. പെട്ടെന്ന് മരണം വന്നു, ഒരു നെഞ്ചുവേദന, നെഞ്ച് അമർത്തി പിടിച്ചേ ഓർമ്മയുള്ളൂ, മരണത്തിന് കീഴ്പ്പെട്ടു. ആ സമയത്ത് ലാ യസ്തതിഊന തൗസിയ, ആണാവട്ടെ പെണ്ണാവട്ടെ, ലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. രണ്ട് കാര്യങ്ങളാണ്, രണ്ടും മനസ്സിലാക്കണം. ലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഞാൻ അതിങ്ങനെ ആവർത്തിക്കണം എന്തിനാണെന്നറിയോ? ഓരോ വട്ടം ആവർത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണാനാണ്. ലാ യസ്തതിഊന തൗസിയത്തൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അത് വലിയ ഗൗരവമാണ്. വസിയത്ത് പത്രം എഴുതേണ്ട രീതിയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വസിയത്ത് എഴുതേണ്ട രീതി എങ്ങനെ? ബിസ്മി കൊണ്ട് തുടങ്ങുക, എന്നിട്ട് ഫുലാൻ ഇബ്നു ഫുലാൻ സ്വൈൻസോ, ഇന്നയാളുടെ മകനായ ഞാൻ നൽകുന്ന വസിയത്ത്. ആർക്ക് നൽകുന്നത്? മക്കൾക്കോ, ഭാര്യക്കോ, കുടുംബത്തിനോ, നാട്ടുകാർക്കോ, ബന്ധുമിത്രാദികൾക്കോ, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾക്കോ, അയൽവാസികൾക്കോ, തൻ്റെ സഹപ്രവർത്തകർക്കോ, ആർക്കാണെങ്കിൽ അതവിടെ രേഖപ്പെടുത്തുക. ഞാനിതാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇത് ഞാൻ ഇന്ന ആളുകൾക്ക് നൽകുന്ന വസിയത്താണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണേ എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും ഒക്കെ മക്കളോട് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് വസിയത്ത് പറയുകയാണ്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അള്ളാഹ് നമുക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നത് ഇസ്ലാമാണ്. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുതേ എന്നിങ്ങനെയുള്ള ആ പദങ്ങളൊക്കെ എഴുതിയതിൻ്റെ ശേഷം പിന്നെ പറയാണ് നമുക്കെന്താ പറയാനുള്ളതെങ്കിൽ ബാക്കിയൊക്കെ എഴുതി രേഖപ്പെടുത്തുക. എന്ന വീട് ഇന്ന ആൾക്കുള്ളതാണ്, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്, ബാലൻസിൽ നിന്ന് ഇത്ര ലക്ഷം ഉറുപ്പിക അല്ലെങ്കിൽ ഇത്ര 1000 ഉറുപ്പിക എൻ്റെ ശേഷം നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലേക്ക് മാസാന്തം കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്ന എൻ്റെ പ്രോപ്പർട്ടിയുടെ എല്ലാ വാടകയും, ആ വാടകയിൽ നിന്ന് ഒരു 1/3 ഭാഗം നിങ്ങൾ ഇന്ന പള്ളിക്ക് ചെലവിന് പരിപാലനത്തിന് കൊടുക്കണം, മദ്രസയുടെ പരിപാലനത്തിന് കൊടുക്കണം, പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം, തുടങ്ങി എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് സ്വതക്കയായിട്ട് പറയാനുണ്ടോ അതൊക്കെ എഴുതി വെക്കാം. നിർബന്ധമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. വസിയത്തിലൂടെ നമുക്ക് അല്ലാഹു തആല സ്വതക്കക്കുള്ള വലിയൊരു തൗഫീഖാ തരുന്നത്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ഇൻദ വഫാത്തിക്കും ബിസുലുസി അംവാലിക്കും സിയാദത്തൻ ലക്കും ഫീ അഅമാലിക്കും. അല്ലാഹു നമുക്ക് നമ്മുടെ മരണവേളയിൽ സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസരമാണ് വസിയത്തിലൂടെ തരുന്നത്. ബിസുലുസി അംവാലിക്കും. വസിയത്ത് ചെയ്യാൻ 1/3 പാടില്ല. 1/1 മാക്സിമം എന്ത് ചെയ്യാൻ പാടുള്ളൂ? വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളിൽ വർധനവായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വഫാത്താകുന്ന വേളയിൽ അദ്ദേഹത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ രോഗം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരുപാട് സ്വത്തുണ്ട്, എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ആരും കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സ്വത്തിൽ നിന്ന് 2/3 ഭാഗവും വസിയത്ത് ചെയ്യാൻ വിചാരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, പാടില്ല, അങ്ങനെ പാടില്ല.
എന്നാ പകുതി ചെയ്തോട്ടെ. റസൂൽ പറഞ്ഞു പകുതിയും വസിയത്ത് ചെയ്യരുത്. എന്നാ പിന്നെ 1/3 ആയിക്കോട്ടെ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു അസ്സുലുസ് കസീർ, അതന്നെ അധികമാണ്, അത് മതി എവിടെ നിർത്തിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ അനന്തരാവകാശികളെ നിന്റെ കാലശേഷം അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാലോകരുടെ മുമ്പിൽ കൈനീട്ടുന്നവരവസ്ഥയിലാക്കി നീ അവരെ വിട്ടേക്കുന്നതിന് പകരം അവരുടെ കാലിൽ നിൽക്കുവാനുള്ള ഒരു ധന്യത നീ അവർക്ക് നൽകി നീ മരിക്കലാണ് നിനക്കുത്തമം. ഒരു വാക്കാണ് സ്വതക്കം കൊടുക്കല്ല, അവനാൻ്റെ മക്കൾ തെണ്ടുന്ന അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം എന്തു പറഞ്ഞു? 1/3 മാത്രമേ എന്ത് ചെയ്യാവൂ, മാക്സിമം വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ഇസ്ലാമിൽ വേറൊരു നിയമമുണ്ട്, ലാ വസിയത്ത് ലി വാരിസിൻ, അനന്തരാവകാശ സ്വത്ത് കിട്ടുന്നവർക്ക് വേണ്ടി വസിയത്ത് പാടില്ല. ഇപ്പോൾ ബാപ്പ മരിച്ച മക്കൾക്ക് എന്തുണ്ട്? അനന്തരാവകാശമുണ്ട്, ഭാര്യക്കുണ്ട്, ഭർത്താവിനുണ്ട്. അവർക്കൊന്നും പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതകാലത്ത് വസിയത്ത് ചെയ്യാനേ പാടില്ല. 1/3 പോലും അതിന് കുറവായാലും പാടില്ല, വസിയത്ത് ചെയ്യാൻ പാടില്ല. ജീവിതകാലത്ത് ഹിബത്തായി കൊടുക്കാം, ഇഷ്ടദാനമായി കൊടുക്കാം മക്കൾക്ക്. അത് തന്നെയും മക്കൾക്കിടയിൽ തുല്യ നീതി പാലിക്കണം, നീതി പാലിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ വസിയത്ത്, ഹറാമായ വസിയത്തുകളുണ്ട്. എൻ്റെ കാലശേഷം അവകാശികൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു വാശി എനിക്ക്, ഞാൻ മുഴുവനാണ് പള്ളികൾക്ക് മർസിൽക്കൊക്കെ കൊടുക്കുകയാണ്, മുഴുവൻ ഞാനാണ് വസിയത്ത് ചെയ്യണം. ഹറാമായ വസിയത്താണത്, പാടില്ല. വസിയത്തിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കലും ദ്രോഹിക്കലും വിചാരിച്ചു കൊണ്ടുള്ള വസിയത്തുകളെല്ലാം ബാത്തിലാണ്, ഹറാമാണത്. അതേ അവസരത്തിൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വസിയത്തുകളും ഹറാമായ വസിയത്തുകളാണ്. ഒരാൾ പറയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ ഖബർ നല്ല ഉയരത്തിൽ കെട്ടിപ്പൊന്തിക്കണം എന്നൊരാൾ വസിയത്ത് പറഞ്ഞു വിചാരിക്കാം. നല്ല സൂപ്പറായിട്ട് മാർബിളൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് ഖബർ കെട്ടിപ്പൊടുക്കണം. ഒരു ചാണിലപ്പുറം ഉയർത്താനുള്ള വസിയത്ത് ബാത്തിലാണ്. ഒരു മുസ്ലിമിൻ്റെ ഖബറിൻ്റെ മാക്സിമം ഉയരം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ഖദ്റ ശിബിരിൻ മിനൽ അർദി, ഭൂമിയുടെ സമതലത്തിൽ നിന്നും 1 ചാൺ ഉയരം മാത്രമേ ഒരു മുസ്ലിമിൻ്റെ ഖബർ പാടുള്ളൂ. തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണത്. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കാനോ നിങ്ങൾ അതിന്മൊക്കെ കുമ്മായിടണം, മൈമ പട്ടുവിരിക്കണം എന്നൊക്കെ ഏതെങ്കിലും തങ്ങളോ മോലിയരോ ഉസ്താദോ ഒക്കെ മക്കളോട് വസിയത്ത് പറഞ്ഞാൽ ഇതിൻ്റെ വാപ്പൻ്റെ വസിയത്തല്ലേ എന്ന് വിചാരിച്ച് നടപ്പിലാക്കാൻ പാടില്ല. അത് ഹറാമായ വസിയത്താണ്. അതേമാതിരി ഒരാൾ പറയണം, എൻ്റെ ബിൽഡിംഗ് ഉണ്ട്, കുറേ പ്രോപ്പർട്ടികളുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഇന്ന സിനിമാ നടന്, ഇന്ന സിനിമാ ഹാളിന്, ഇന്ന സിനിമാ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ മദ്യഷാപ്പിന്, അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്, ഇങ്ങനെ ഹറാമായ ഏതെങ്കിലും വകുപ്പിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രോപ്പർട്ടീൻ്റെ ശേഷം ഞാൻ വസിയത്ത് എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ബാത്തിലായ വസിയത്താണത്, ഹറാമായ വസിയത്താണത്. പാടില്ല, നടപ്പിലാക്കാനും പാടില്ല. ശേഷക്കാർ വസിയത്ത് അവിടെ ഇരിച്ച ആൾ പോയിക്കോട്ടെ, വസിയത്ത് നടപ്പിലാക്കാൻ ശേഷക്കാർക്ക് എന്തില്ല, ബാധ്യതയില്ല. അതേ അവസരത്തിൽ നിർബന്ധമായ വസിയത്തുകളുണ്ട്, നിർബന്ധ വസിയത്തുകളുണ്ട്. ഇസ്ലാം സ്വത്തവകാശത്തിന് വെറും അനന്തരാവകാശം മാത്രമൊന്നുമല്ല നിശ്ചയിച്ചത്. അനന്തരാവകാശ നിയമങ്ങൾക്ക് പുറമേ ഇസ്ലാം സ്വത്ത് കിട്ടാൻ വേറെയും വകുപ്പുകൾ നിശ്ചയിച്ചതാണ്. വസിയത്തും ഹിബത്തും വഖഫുമൊക്കെ. പൗത്രന് അനന്തരാവകാശമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതായത് ഒരു ബാപ്പ മരിക്കുമ്പോൾ അയാളുടെ ഒരു മകൻ മരിക്കുകയാണ്, ബാപ്പ ജീവിച്ചിരിക്കെ ആ മകൻ്റെ പേരക്കുട്ടികൾക്ക് സ്വത്തോഹരി വാസ്തവത്തിൽ സ്വത്തവകാശം ഇല്ല. പേരക്കുട്ടികൾക്ക് സ്വത്തവകാശം ഇല്ല. കാരണം ബാപ്പ ജീവിച്ചിരിക്കെ തന്നെ മകൻ മരിച്ചു. ആ മകൻ്റെ കുട്ടികൾക്ക് നിയമപ്രകാരം എന്തില്ല, അനന്തരാവകാശമല്ല. ശരിക്കും മനസ്സിലാക്കണം, അടിവരയിടണം, അനന്തരാവകാശമല്ല എന്നാ പറഞ്ഞു കേട്ടോ. എന്നാൽ അവർക്കൊക്കെ ഉള്ളതാ വസിയത്ത്. എല്ലാവർക്കും സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഈ മരിച്ചുപോയ മോൻ്റെ മക്കൾക്കും ഒരു ഓഹരി തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. അത് മനുഷ്യത്തെ പറ്റുള്ളവരൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടതുമാണ്. അതാ വസിയത്ത്. ആ വസിയത്ത് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നിർബന്ധമായി എഴുതി വെക്കേണ്ട വസിയത്തുകളിൽപ്പെട്ടതാണെന്ത്, എൻ്റേതല്ലാത്ത പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ഉണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ, അങ്ങനെ ഉണ്ടാവും. വസ്തു എൻ്റെതാവില്ല. ഞാൻ ചില സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെയോ ഭൂമി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചതാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആധാരം എൻ്റെ പേരിലായിരിക്കും, പക്ഷേ റിക്കാർഡിക്കലി അത് എൻ്റെതാണ്. പക്ഷേ ഫലത്തിൽ അത് എൻ്റെതാണോ? അല്ല. അതെൻ്റെ കുടുംബങ്ങൾ അറിയണം. അപ്പം എൻ്റെ കുടുംബങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വസിയത്തിൽ എഴുതി വെക്കണം, മക്കളെ
ബാപ്പൻ്റെ പേരിൽ ഇന്ന സ്ഥലത്തുള്ള സ്ഥലങ്ങളുണ്ട്, ഇത്ര നമ്പർ ആധാരമുണ്ട്, ആ ആധാരത്തിൽ പറയുന്ന സ്ഥലം ഉപ്പാൻ്റെ മുതലല്ല, ഉപ്പ മറ്റൊരാളുടെ സമ്പത്ത് അയാളുടെ സമ്മതപ്രകാരം ഒരു അത്യാവശ്യത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഉപ്പയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്, ഇത് നിങ്ങൾക്ക് ഓരി വെച്ച് എടുക്കാൻ പറ്റിയ മുതലല്ലട്ടോ, വസിയത്ത് എഴുതി വെച്ചോളണം. ഇതറിയാതെ മക്കളോടത് മിണ്ടിയില്ല, വാപ്പ സ്വകാര്യമായിട്ട് സ്നേഹിതന്മാരോടുകൂടെ അങ്ങനെയാണ് ചെയ്തതാണെങ്കിൽ മക്കൾ കോടതിയിലാണ് കയറും. എൻ്റെ ബാപ്പൻ്റെ റൈറ്റാണ് ഈ പ്രോപ്പർട്ടി, അവരാ അന്യായമായ സ്വത്താണ് കൈക്കലാക്കിയിട്ട് അതവർ പരസ്പരം എന്തു ചെയ്യും, വീതിക്കും, ഹറാം അവർ തിന്നേണ്ടി വരും. ആരാ കുറ്റക്കാരൻ? ഇയാൾ എഴുതി വെച്ചിട്ടില്ല, അപ്പോൾ വസിയത്ത് എഴുതി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒരാൾ നമ്മളോട് വേറെ വല്ല വസ്തുവും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരാൾ ഹജ്ജിന് പോവുകയാണ്, ഹജ്ജിന് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വദിയത്തായിട്ട് ഡെപ്പോസിറ്റായിട്ട് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. റബ്ബിൻ്റെ തൗഫീഖും ആയുസ്സും ആഫിയത്തും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തന്നാൽ മതി. അത് കിട്ടിയ അന്ന് ഞാൻ എഴുതി വെക്കണം എൻ്റെ ഡയറിയിൽ. എൻ്റെ മക്കൾ മരിച്ചാൽ വായിക്കുന്ന ഡയറി വേണം എനിക്ക്, അതിൽ ഞാൻ എഴുതി വെക്കണം. മക്കളേതാ ഇന്നയാൾ എൻ്റെ കയ്യിൽ 10 ലക്ഷം ഏൽപ്പിച്ചിട്ടുണ്ട്, ഉപ്പായുടെ സമ്പത്തിൽ അതുണ്ട്, ബാങ്ക് ബാലൻസിൽ അതുണ്ട്, അത് ഉപ്പൻ്റെതല്ലട്ടോ, അത് അയാൾ എന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ്, ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അയാൾ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഉപ്പനെ ഏൽപ്പിച്ചതാണ്. ഇത് മക്കൾ അറിയണം. മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ, ഇയാൾ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളോട് ചോദിക്കും, ഇയാൾ ധൈര്യച്ചിട്ടില്ല, ഇയാൾ മരിച്ചുപോയി, മക്കള് അങ്ങനെ വാക്കാല് പറഞ്ഞതിനൊന്നും ഇവിടെ അങ്ങനെ എത്ര ആൾ വന്ന് പറയും. കറക്റ്റാണ്, അങ്ങനെ പറയുന്നവരും ഉണ്ടാവില്ലേ? അപ്പം എഴുതി വെക്കണം. നമ്മുടേതല്ലാത്ത സ്വത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ എഴുതി വെക്കണം. ഒരാൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഏൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ അർഹതപ്പെട്ട ആളുകളെ കണ്ടാ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്, ഞാൻ എഴുതി വെക്കണം, അത് ഇന്നയാൾ എന്നെ ഏൽപ്പിച്ച സക്കാത്തിൻ്റെ മുതലാണ്. അതല്ലാതെ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ 1 ലക്ഷവും കൂടി എൻ്റെ മക്കൾ എൻ്റെ സമ്പത്തിലേക്ക് കൂട്ടി അവർ ഓഹരി വെക്കും. ആരാ കുറ്റക്കാരൻ? എഴുതി വെക്കാത്ത ഞാൻ കുറ്റക്കാരനാകും. സക്കാത്ത് കൊടുക്കാത്ത മുതലുണ്ടോ, ഞാൻ എഴുതി വെക്കണം. മക്കളെ, വർഷങ്ങളായി ഇപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഇത്ര രൂപ സക്കാത്ത് കൊടുക്കാൻ ഇനിയും ഇവിടെ കുടിശ്ശിക ബാക്കിയുണ്ട്, നിങ്ങൾ കൊടുത്തു തീർക്കണം. ഇത് എൻ്റെ മുതലല്ല, അത് ആരാന്റെ ഹക്കാണ്, റബ്ബിന്റെ അവകാശമാണ്, അത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ അതെടുത്ത് കൈകാര്യം ചെയ്യും, നമ്മൾ കുറ്റക്കാരാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളാണ്. വാക്കാൽ പറയേണ്ട വസിയത്തുണ്ടാവും. ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇന്നയും കാര്യങ്ങളൊക്കെ പാലിക്കണം, ഖബറിൻ്റെ സമീപത്ത് ഇന്നതേ ചെയ്യാവൂ, നിങ്ങൾ വീട്ടിൽ അട്ടഹസിച്ച് നിലവിളിക്കരുത്, അടിയന്തരം ഉണ്ടാക്കരുത്. ആ രൂപത്തിലുള്ള ഇസ്ലാമിൽ നിരക്കാത്ത ഒരാചാരവും എൻ്റെ മരണശേഷം നിങ്ങൾ ചെയ്യരുത്, എഴുതി വെച്ചോളണം. ഹറാമായതിനൊന്നും എഴുതി വെക്കാനും പാടില്ല. എഴുതി വെച്ചാൽ അത് നിറവേറ്റുന്ന കടമ ശേഷക്കാർക്ക് ഇല്ലതാനും. നിർബന്ധമായതും സുന്നത്തായതുമായ എന്തൊക്കെ എഴുതി വെക്കുന്നുണ്ടോ എല്ലാം ശേഷക്കാർക്കത് നിർവഹിക്കൽ നിർബന്ധമാണ്. വസിയത്തും വഖഫും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വസിയത്ത് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങിയാൽ ഇയാൾ മരിച്ചതിൻ്റെ ശേഷമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. വസിയത്ത് എന്ന് പറയുന്നത് തന്നെ മരണാനന്തര വസിയത്താണ്. മരിക്കുന്നതിന് ശേഷമാണ് പിന്നെ അത് നിലവിൽ വരിക. മരിച്ച ഡേറ്റ് മുതൽക്കാണ് അത് നിയമം പാസ്സാവുക. വഖഫ് അങ്ങനെയല്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇന്ന് വഖഫ് ചെയ്തോ, ഇന്ന് അതിൻ്റെ പുണ്യം സ്റ്റാർട്ടായി, അതിന് പിന്നെ അയാൾക്ക് അവകാശമൊന്നുമില്ല. നേരെ മറിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ കൊടുത്തൊരു വസിയത്തിൽ ഞാൻ ജീവിച്ചിരിക്കെ എനിക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. വഖഫ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. വഖഫ് കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞു. വസിയത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഞാനൊരു നല്ല സംവിധാനമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇത്ര ശതമാനം ഞാൻ കൊടുക്കാൻ വേണ്ടി വസിയത്ത് കരാർ പത്രം എഴുതി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി അവരുടെ പോക്ക് ശരിയല്ല, ഞാൻ വിചാരിച്ച ഇടത്തേക്കല്ല അത് ചെലവഴിക്കുന്നത്, അനർഹമായവരത് കൈപ്പറ്റുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ എൻ്റെ വസിയത്ത് പത്രം എനിക്ക് പിച്ചിക്കീറിക്കളയാം, ക്യാൻസൽ, എനിക്കതിന് അവകാശമുണ്ട്. അപ്പം ഇതൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വസിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളാണ്. അപ്പം അവിടെയൊക്കെ അള്ളാഹു ഇതിൻ്റെ ഗൗരവമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്രകാരം ചെലവഴിക്കേണ്ടി വരും. പള്ളി നിർമ്മാണങ്ങൾ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനാവശ്യാർത്ഥം, അതേപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ, യത്തീമുകൾ, അനാഥകൾ, അഗതികൾ തുടങ്ങി 100 കൂട്ടം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശേഷക്കാരങ്ങനെ ചെയ്തോളണമെന്നൊന്നുമില്ലല്ലോ. അതൊക്കെ അവർ ചെയ്തോളം വിചാരിച്ചും ഉണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹം നിങ്ങളുടെ മുതൽ കൊണ്ട് ചെയ്യണമെന്ന്
നിങ്ങളെ ജീവിതകാലത്ത് തന്നെ എഴുതി വെച്ചോളി. ഇനിയും കാര്യങ്ങളൊക്കെ എൻ്റെ മരണശേഷം എൻ്റെ സമ്പത്തിൻ്റെ എത്ര ശതമാനം കൊണ്ട് നിങ്ങൾ ചെയ്യണം എഴുതി വെച്ചാൽ തന്നെ ചെയ്യുള്ളൂ. അത് റെക്കോർഡാക്കി വെക്കുക. വാക്കിനൊന്നും അതൊക്കെ മറന്നു പോകും. എഴുതി റെക്കോർഡാക്കി വെക്കാനാണ് ഇത്രയൊന്നും എഴുത്ത് വ്യാപകമല്ലാത്ത കാലത്ത് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ പറഞ്ഞത്? മക്തൂബത്തൻ ഇൻദഹൂൻ, എഴുതി രേഖപ്പെടുത്തി വെക്കാതെ ഒരു രാത്രി പിന്നിടണ്ടാന്ന്. അന്ന് ഇത്രയും പേനയും കടലാസും സംവിധാനമൊന്നും ഇല്ലാത്ത കാലം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമുക്ക് വല്ല ചിലവുണ്ടോ? എവിടെയും നിങ്ങൾക്ക് റെഡിയാക്കിയൊരു ഫയലിലാക്കി അവിടെ വെച്ചാൽ പോരെ? എഴുതി വെക്കണോ, കവറിലാക്കി വെക്കണോ, പിന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യണോ, ഫയലിലാക്കണോ, ഒക്കെ റെഡിയാണ്. മക്കളോട് ബന്ധപ്പെട്ടവരോടും പറഞ്ഞാൽ മതി, എനിക്ക് പറയാനുള്ള വസിയത്തൊക്കെ എന്നെ ഫോൾഡറിലുണ്ട്, അത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് ഇന്ന അവരെ ഏൽപ്പിച്ചിട്ട് പറയുന്നത് എന്നെ ഡയറിയിലെല്ലാം ഉണ്ടാവും. അത് പറയണമെന്ന് എന്തിനാണെന്നറിയോ? മരിക്കണ നേരത്ത് നമുക്ക് ഖേദം വരാതിരിക്കാനായി പറയണത്. കാരണം മരണ നേരത്ത് ലാ യസ്തതീഊന തൗസിയ, ഒരു വസിയത്തിനും അവർക്ക് സാധിക്കുന്നതല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, തൻ്റെ സ്വന്തം കുടുംബങ്ങളിലേക്ക്, വലാ ഇലാ അഹ്ലിഹിം, തൻ്റെ സ്വന്തക്കാരിലേക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബങ്ങളിലേക്ക്, യർജിഊൻ. എന്താ യർജിഊൻ? ഒന്ന് മടങ്ങിച്ചല്ലട്ടെ, ഞാൻ എന്നിട്ട് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മരിക്കാലോ, ഒന്ന് പിന്തിച്ചു തരുമോ? അതിനൊന്നുള്ള അവസരമില്ല. പെട്ടെന്ന് നടക്കും. കണ്ണിമ വെട്ടുന്നതിനേക്കാൾ സ്പീഡിൽ കാര്യങ്ങൾ നടന്നിരിക്കും. അള്ളാഹു നമുക്കെല്ലാം ഈമാനോടുകൂടെയുള്ള അന്ത്യം വിധിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ നിയമങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, അതിൻ്റെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.